ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 24-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. പിറ്റേന്ന് രാവിലെ പള്ളിമണി മുഴങ്ങിയപ്പോൾ തന്നെ നവീൻ എഴുന്നേറ്റു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുലർവെളിച്ചത്തിൽ ആ ഗ്രാമം പതുക്കെ ഉണർന്നു വരുന്നു. ഉറക്കം തൂങ്ങിയ കണ്ണുകളോടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ശ്യാം അവനെ നോക്കി ചോദിച്ചു, എടാ, നീ ഇത്ര പുലർച്ചെ ഇതെങ്ങോട്ടായി പാച്ചിൽ? ഒന്നുമില്ലടാ, പള്ളി വരെ ഒന്ന് പോകാമെന്ന് കരുതി. നവീൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇടുന്നതിനിടയിൽ പറഞ്ഞു. നമ്മളൊരു വലിയ കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ, എല്ലാം ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. നീ ഉറങ്ങുന്നുണ്ടെങ്കിൽ കിടന്നോ, ഞാൻ ദാ ഇപ്പോൾ വരാം. അതും പറഞ്ഞ് ശ്യാമിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ നവീൻ വേഗത്തിൽ പള്ളി ലക്ഷ്യമാക്കി നടന്നു. പള്ളിക്കുള്ളിലെ ശാന്തതയിൽ ക്രൂശിതനായ കർത്താവിൻ്റെ രൂപത്തിനു മുന്നിൽ നവീൻ മുട്ടുകുത്തി. തൻ്റെ ഉറ്റ സുഹൃത്തിനും കുടുംബത്തിനും വേണ്ടി അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. കർത്താവെ, ആദിമോന് സംസാരശേഷി തിരിച്ചു നൽകണമേ. ശ്യാം എന്ത് ലക്ഷ്യവുമായാണോ ഇവിടെ വന്നിരിക്കുന്നത്, അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതേ. അവനെ കൈവിടരുതേ തമ്പുരാനെ. അവൻ്റെ വാക്കുകൾ ഒരു വിലാപമായി മാറി. കണ്ണുകൾ ഈറനണിഞ്ഞു. അപ്പോഴാണ് പള്ളി വികാരി ജോസഫ് അച്ഛൻ അങ്ങോട്ട് വന്നത്. ഏകാഗ്രതയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ യുവാവിനെ അദ്ദേഹം കൗതുകത്തോടെ നോക്കി നിന്നു. പ്രാർത്ഥന കഴിഞ്ഞ് നെറ്റിയിൽ കുരിശു വരച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയ നവീൻ്റെ അരികിലേക്ക് അദ്ദേഹം പതുക്കെ നടന്നു ചെന്നു. ആ വാത്സല്യം നിറഞ്ഞ കൈകൾ നവീൻ്റെ തോളിൽ അമർന്നു. മോനെ, നീ ഏതാണ്? നിന്നെ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആ ശബ്ദത്തിൽ ഒരു പിതാവിൻ്റെ ആർദ്രതയുണ്ടായിരുന്നു. നവീൻ ആശ്ചര്യത്തോടെ ആ വൈദികനെ നോക്കി. പ്രായം ചെന്നിട്ടും ഒട്ടും തളരാത്ത ശരീരം, മുഖത്ത് കാലം വരുത്തിയ ചുളിവുകളേക്കാൾ ദിവ്യമായൊരു പ്രകാശവും ഐശ്വര്യവും തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാന്തമായ ആ നോട്ടം നവീൻ്റെ അസ്വസ്ഥമായ മനസ്സിന് പെട്ടെന്നൊരാശ്വാസം നൽകി. അച്ചോ, ഞാൻ മാത്തച്ഛൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ വന്നതാണ്. കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനുമുണ്ട്. ഈശോയുടെ മുൻപിൽ അല്പനേരം ഇരിക്കണമെന്ന് തോന്നി, അതാ ഞാൻ. നവീൻ വിനയത്തോടെ മറുപടി നൽകി. അദ്ദേഹം പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തട്ടി. സമയമുള്ളപ്പോൾ ആ കൂട്ടുകാരനെയും കൂട്ടി മേടയിലേക്കൊന്ന് വരണേ. ശരി അച്ചോ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അത് പറഞ്ഞ് നവീൻ പടികൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് അച്ഛൻ്റെ ആ വിളി വന്നത്. മോനെ. നവീൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അച്ഛൻ്റെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. പകരം എന്തോ ഒളിപ്പിച്ചു വെച്ചതുപോലെയുള്ളൊരു ഗൗരവം. ആ നോട്ടം വരാനിരിക്കുന്ന ഏതോ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണോ എന്ന് അവൻ ശങ്കിച്ചു. ചോദ്യഭാവത്തിൽ നിന്ന നവീനോട് അദ്ദേഹം വീണ്ടും മൃദുവായി പുഞ്ചിരിച്ചു. നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം വെറുതെയല്ല എന്നെനിക്കറിയാം. വന്ന കാര്യം നന്നായി നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ, ഞങ്ങൾ വന്ന കാര്യം അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്ന സംശയത്തോടെ നവീൻ വീട്ടിലേക്ക് നടന്നു. വഴിമധ്യേ അവനെതിരെ വന്ന ഒരു മുസ്ലിം പുരോഹിതൻ നവീൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി ശാന്തമായി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം മംഗളമായി നടക്കുമെന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കൂ. അമ്പരപ്പ് പെട്ടെന്ന് ഭയമായി മാറിയ നവീൻ ഓടി വീട്ടിലെത്തി ശ്യാമിനോട് കാര്യങ്ങൾ വിവരിച്ചു. പക്ഷേ ശ്യാം ചിരിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു. എടാ, ഇതൊക്കെ വെളുപ്പിനത്തെ മഞ്ഞു കൊണ്ടിട്ടുള്ള നിന്റെ തോന്നലാ. കുറച്ച് വെയിൽ കൊള്ളുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഏകദേശം 9 മണിയായപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായി നാരായണൻ ചേട്ടൻ്റെ ചായക്കടയിലെത്തി. അവിടെ നാട്ടുകാർ പെരുന്നാളിനെക്കുറിച്ച് ചൂടുപിടിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അവരത് ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് നീണ്ട താടിയും ജട പിടിച്ച മുടിയുമായി ഒരു പ്രാകൃത മനുഷ്യൻ ആ കടയിലേക്ക് കയറി വന്നത്. അയാൾ എല്ലാവരെയും ദയനീയമായി നോക്കി. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഒരു പുഞ്ചിരി വരുത്തി ചോദിച്ചു, മോളൂട്ടിയെ കണ്ടായിരുന്നോ ആരെങ്കിലും? അതുവരെ ബഹളം വെച്ചിരുന്ന കടയിലുള്ളവർ പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരുടെയും മുഖത്ത് ഒരുതരം വിഷാദം പടർന്നു. അവരുടെ മൗനം കണ്ട് ആ മനുഷ്യൻ വിതുമ്പലോടെ കരഞ്ഞു. ആരും കണ്ടില്ല അല്ലേ എൻ്റെ മോളെ? നാരായണൻ ചേട്ടൻ ഉടനെ അരികിലെത്തി അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം ചേർത്ത് പിടിച്ചു. സണ്ണി, നീ സമാധാനമായി വീട്ടിലേക്ക് ചെല്ല്. മോളൂട്ടി വന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവിടെ നിൻ്റെ ഭാര്യ തനിച്ചല്ലേ ഉള്ളൂ. ആ മനുഷ്യൻ ശൂന്യതയിലേക്ക് നോക്കി പിറുപിറുത്തു. ആ, ഞാൻ പോകുക. അല്ലെങ്കിൽ അവളെയോ ആരെങ്കിലും കൊണ്ടുപോകും. അതിനു മുമ്പ് എനിക്ക് എത്തണം. അതെങ്ങനെയാ?
അപ്പനും മോളും ഒരുമിച്ചല്ലേ ഒരു പോക്ക് പോയിരിക്കുന്നത്. രണ്ടും കൂടെ തെണ്ടലും കഴിഞ്ഞ് വരട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട് രണ്ടിനെയും. മുറ്റത്ത് കിടന്നൊരു വടിയെടുത്ത് വായുവിൽ വീശിക്കൊണ്ട് ആരോടെന്നില്ലാതെ ആക്രോശിച്ച് സണ്ണി നടന്നു നീങ്ങുന്നത് കണ്ട് കടയിലിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തകർന്ന മനസ്സുമായി അയാൾ പോകുന്നത് നോക്കി ശ്യാമും നവീനും സ്തംഭിച്ചു നിന്നു. ആ ഗ്രാമത്തിൻ്റെ ശാന്തതയ്ക്കുള്ളിൽ ഏതോ വലിയൊരു മുറിവ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കപ്പോൾ ബോധ്യമായി. നവീൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഇതാരാ ചേട്ടാ? എന്താ ഇദ്ദേഹത്തിന് പറ്റിയത്? കൂട്ടത്തിലിരുന്ന പ്രായമായ ഒരു കാരണവർ നെടുവീർപ്പോടെ മറുപടി നൽകി, മോനെ, ഇതാണ് മാളിയേക്കൽ സണ്ണി. ഒരു കാലത്ത് ഈ നാട്ടുകാർക്കെല്ലാം വലിയ പ്രിയപ്പെട്ടവനായിരുന്ന മത്തായി ചേട്ടൻ്റെ ഏക മകൻ. അദ്ദേഹം ഏതോ ഒരു കുട്ടിയുടെ കാര്യം തിരക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താണത്? നവീൻ വീണ്ടും ചോദിച്ചു. മോനെ, അതൊരു പഴയ കഥയാണ്. ഒരു പള്ളിപ്പെരുന്നാൾ ഈ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ കഥ. സണ്ണിക്കൊരു മകളുണ്ടായിരുന്നു. എല്ലാവരും അവളെ മോളൂട്ടി എന്നാണ് വിളിച്ചിരുന്നത്. സണ്ണിയുടെ അപ്പൻ്റെ ജീവനായിരുന്നു ആ കുഞ്ഞ്. എപ്പോഴും അപ്പൂപ്പൻ്റെ കൂടെ തന്നെ കാണും. പക്ഷേ ഒരു പെരുന്നാൾ ദിവസം ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി. പിന്നെ കണ്ടിട്ടില്ല. മോളെ കാണാതായ സങ്കടത്തിൽ നെഞ്ചുപൊട്ടിയാണ് സണ്ണിയുടെ അപ്പൻ മരിച്ചത്. അതിനുശേഷം സണ്ണി ഇങ്ങനെ മാനസിക നില തെറ്റിയവനായി. എന്തു ചെയ്യാനാ, എല്ലാം വിധി. അദ്ദേഹം അല്പം നിർത്തിയിട്ട് തുടർന്നു. ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ഈ നാട്ടുകാർക്ക് ഇന്നും അതൊരു നൊമ്പരമാണ്. അവൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്കൊരു 22 വയസ്സ് കാണും. ആ മനുഷ്യൻ പറഞ്ഞു നിർത്തിയപ്പോൾ ശ്യാം ഞെട്ടലോടെ നവീനെ നോക്കി. 22 വയസ്സ്. വീണയുടെ പ്രായവും അതുതന്നെയാണല്ലോ എന്ന ചിന്ത ശ്യാമിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. നവീൻ നാട്ടുകാരോട് മറ്റു വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്യാം ശ്വാസം അടക്കി പിടിച്ച് അതെല്ലാം അതീവ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ചേട്ടാ, ഈ മാളിയേക്കൽ തറവാട് എവിടെയാണ്? നവീൻ നാരായണ ചേട്ടനോട് തിരക്കി. എന്തിനാ മോനെ, അങ്ങോട്ട് പോകാതിരിക്കുക ഭേദം. മകളെ നഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെ അവസ്ഥയിൽ മനം നൊന്ത് ജീവിതത്തിലെ സകല സന്തോഷവും അവസാനിച്ച് സണ്ണിയുടെ പാവം ഭാര്യ അവൾ മാത്രമേ ഇപ്പോൾ ആ വീട്ടിലുള്ളൂ. നാരായണൻ ചേട്ടൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. പോകുന്നതിന് മുൻപ് അവരെ ഒന്ന് കാണാനാ ചേട്ടാ. സ്ഥലം പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പോയിക്കോളാം. നവീൻ തൻ്റെ തീരുമാനത്തിൽ നിർബന്ധം പിടിച്ചു. അപ്പോഴേക്കും പള്ളി വികാരി ജോസഫ് അച്ഛൻ അങ്ങോട്ട് വന്നു. ആഹാ, രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ. ഈ നാട്ടിലെ അത്യാവശ്യം കഥകളൊക്കെ നിങ്ങൾ ഇതിനകം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നാരായണ, ഇതാണല്ലോ ഇവിടുത്തെ വായനശാല, അച്ഛൻ തമാശ രൂപേണ പറഞ്ഞു. നാരായണൻ ചേട്ടൻ വിനയത്തോടെ തല ചൊറിഞ്ഞു. സമയം പോകണ്ടേ അച്ചോ, ഞങ്ങൾ ആരുടെയും കുറ്റമൊന്നും പറയാറില്ല, വെറുതെ നാട്ടുവിശേഷങ്ങൾ അത്രമാത്രം. അച്ഛൻ പെട്ടെന്ന് ശ്യാമിനെ സൂക്ഷിച്ചു നോക്കി. എന്താണ് നവീൻ്റെ സുഹൃത്തിനൊരു മിണ്ടാട്ടവുമില്ലാത്തത്? ശ്യാം തല ഉയർത്തി അച്ഛനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളുടെ ഒരു വലിയ കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ വാടോ, നമുക്ക് പള്ളിമേട വരെ ഒന്ന് നടന്നിട്ട് വരാം. ജോസഫ് അച്ഛൻ അവരെ ക്ഷണിച്ചു. ശ്യാമും നവീനും നിശബ്ദരായി അച്ഛൻ്റെ പിന്നാലെ നടന്നു. ശിവപുരത്തിൻ്റെ നിഗൂഢതകളിലേക്കുള്ള അടുത്ത വാതിൽ അവിടെ തുറക്കപ്പെടാൻ പോവുകയായിരുന്നു. പള്ളിമേടയിലെ വെളിപ്പെടുത്തൽ. പള്ളിമേടയിലെ ആ പഴയ മുറിയിൽ അച്ഛൻ്റെ മുൻപിലിരിക്കുമ്പോഴും ശ്യാം കടുത്ത ആലോചനയിലായിരുന്നു. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ശ്യാം. ജോസഫ് അച്ഛൻ ആ പേര് നീട്ടി വിളിച്ചു. ശ്യാം പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന് അദ്ദേഹത്തെ നോക്കി. നിന്റെ മനസ്സ് വല്ലാതെ ഇളകി മറിയുകയാണല്ലോ. എന്തു പറ്റി മോനെ? അച്ഛൻ വാത്സല്യത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അച്ഛാ, വെറുതെ ചില ആലോചനകൾ, പഴയ ചിലതൊക്കെ ഓർത്തുപോയി. ശ്യാം ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നാൽ അച്ഛൻ വിട്ടില്ല. ആ, എന്നാൽ നീ ഒന്നും പറയണ്ട. നിനക്കുള്ള ചില ഉത്തരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിന്നോട് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശ്യാം ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. അച്ഛൻ തുടർന്നു. നീ അന്വേഷിച്ച് വന്ന ആളുകൾ അവർ തന്നെയാണ്, മാളിയേക്കൽ തറവാട്ടുകാർ. ഒരു കാലത്ത് ഈ നാട്ടിലെ ആളുകളെല്ലാം സന്തോഷത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്ന മാളിയേക്കൽ തറവാട് ഇപ്പോൾ സങ്കടങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ ഈ കല്ലറയിലാണ് മത്തായി ചേട്ടൻ അന്തി ഉറങ്ങുന്നത്.
നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം, നിന്റെ ഭാര്യയുടെ സ്വന്തം മുത്തശ്ശനെ. അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ ശ്യാമിൻ്റെ നിയന്ത്രണം പാടെ തകർന്നു. അവൻ വിറയിലൂടെ ആ വൈദികൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അച്ഛ, അച്ഛൻ ഈ പറയുന്നത് സത്യമാണോ? അവൻ്റെ ശബ്ദമിടറി. അപ്പോഴേക്കും അവിടേക്ക് കടന്നു വന്ന ആ മുസ്ലിം പുരോഹിതൻ ശ്യാമിനെ നോക്കി ശാന്തമായി പറഞ്ഞു, ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാണ് മോനെ. പൊന്നുമോളെ ഓർത്ത് നെഞ്ചു പൊട്ടി മരിച്ച മത്തായി ചേട്ടൻ്റെ ആത്മാവ് ഇവിടൊക്കെ തന്നെയുണ്ട്. എന്നെങ്കിലും തൻ്റെ കൊച്ചുമകൾ തിരിച്ചു വരുമെന്ന പ്രത്യാശയിൽ. അവളെ കണ്ടാൽ മാത്രമേ ആ ആത്മാവിന് ഇനി ശാന്തി കിട്ടുകയുള്ളൂ. ജോസഫ് അച്ഛൻ സാവധാനം എഴുന്നേറ്റ് ശ്യാമിനെയും കൂട്ടി പള്ളിമുറ്റത്തെ കല്ലറകളിലേക്ക് നടന്നു. പടർന്ന് പന്തലിച്ച മരങ്ങളുടെ തണലിൽ മത്തായി മാളിയേക്കൽ എന്ന് കൊത്തിവെച്ച ആ കല്ലറയ്ക്ക് മുൻപിൽ അച്ഛൻ നിന്നു. എന്നിട്ട് ആ വൈദികൻ കല്ലറയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടോ മത്തായി, തന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അതാരാണെന്ന് നിനക്കറിയണ്ടേ? നിന്റെ മോളൂട്ടിയുടെ സ്വന്തം ഭർത്താവാണിത്. അച്ഛൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴുങ്ങിയതും വിചിത്രമെന്ന് പറയട്ടെ, അതുവരെ ശാന്തമായിരുന്ന അവിടെയെല്ലാം പെട്ടെന്നൊരു മന്ദമാരുതൻ വീശി. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ ചുറ്റും പാറി നടന്നു. മത്തായി ചേട്ടൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചതുപോലെ അവർക്ക് തോന്നി. ആ തണുത്ത കാറ്റ് ശ്യാമിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നലായി കടന്നുപോയി. അച്ഛനൊരു പുഞ്ചിരിയോടെ തുടർന്നു, അവൻ കൊണ്ടുവരും നിന്റെ മോളെ, ഇവിടെ നിന്റെ അടുത്ത്, അല്ലേ ശ്യാമേ? വല്ലാത്തൊരു അമ്പരപ്പിലായിരുന്നു ശ്യാമും നവീനും. തങ്ങൾ ഹൃദയത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ച സത്യങ്ങൾ ഈ പുരോഹിതന്മാർ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു അവരുടെ ഭയം കലർന്ന അത്ഭുതം. ആ, ശ്യാം പെട്ടെന്ന് തന്നെ ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി. തൻ്റെ ഭാര്യ വീണയുടെയും മകൻ ആദിയുടെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ മഹാസത്യത്തിൻ്റെ തൊട്ടടുത്ത്, അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ താൻ എത്തിയിരിക്കുന്നുവെന്ന് അവൻ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.